ഒരിക്കൽ ഒരു പക്ഷി ഒരു മിന്നാമിന്നിയുടെ പുറകിലേക്ക് ഇങ്ങനെ പിന്തുടർന്ന് ഒരുപാട് ദൂരം ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് ചെല്ലുന്നുണ്ട്. ഒടുവിൽ മിന്നാമിന്നി ഇങ്ങനെ തിരിഞ്ഞു നോക്കി പക്ഷിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? ഞാൻ നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോ? അപ്പൊ പക്ഷി പറഞ്ഞു, ഇല്ല. ഞാൻ നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? പക്ഷി പറഞ്ഞു, ഇല്ല. ഞാൻ നിന്നെ പിന്തുടർന്നോ? ഇല്ല. ഞാൻ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് തടസ്സമായി വന്നോ? പക്ഷി പറഞ്ഞു, ഇല്ല. പിന്നെ നീ എന്തിനാണ് എൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് മിന്നാമിന്നി ചോദിച്ചപ്പോൾ പക്ഷി പറഞ്ഞു, ഓ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷന് കാരണം, നീയാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ വിഷമത്തിന് കാരണം, ദേഷ്യത്തിന് കാരണം. ഇപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ടാവാൻ കാരണം നിന്റെ വെട്ടമാണെന്ന് പറഞ്ഞു. നിന്റെ വെട്ടം എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പക്ഷി മിന്നാമിന്നിയോട് പറഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്തിനാണ് ഇവർ എപ്പോഴും നമ്മളെക്കുറിച്ച് ഇങ്ങനെ അപവാദങ്ങളും അനാവശ്യങ്ങളും പറയുന്നത്? എന്തിനാണ് ഞാൻ ഉള്ളപ്പോഴും ഞാൻ ഇല്ലാത്തപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് എന്നെക്കുറിച്ച് പറയുന്നത്? എന്തിനാണ് എൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്? എന്തിനാണ് എൻ്റെ അടുത്ത് ചിലർ എപ്പോഴും ദേഷ്യപ്പെടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വളർച്ച എന്ന് പറയുന്ന നമ്മളുടെ വെട്ടം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഇരുട്ടത്തിരുന്ന് അവർക്ക് വെട്ടമുണ്ടാക്കണമെന്ന ആവശ്യം നമുക്ക് ഇല്ല. അവർക്ക് വെട്ടമുണ്ടാവാൻ നമ്മൾ ഇരുട്ടത്തിരുന്ന് വെട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വെട്ടത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മളുടെ വളർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് അവർ ഇരുട്ടത്തിരിക്കട്ടെ അല്ലെങ്കിൽ വെട്ടത്തിരിക്കട്ടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിൽ നമ്മളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇഫ് ഈഗോ കംസ് എവറിത്തിങ് വിൽ ഗോ, ഇഫ് ഈഗോ ഗോ then everything will come എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.